മിസ്റ്റർ വി കെ ശ്രീകണ്ഠൻ, നിങ്ങൾ ആ പറഞ്ഞ വാചകത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഗുരുതരാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമോ? ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ശൈലിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് വഴുതി വീണുപോയത്? നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയല്ലല്ലോ പൊതുസമൂഹം കരുതിയിരുന്നത്. ഇവിടെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കി വെച്ച കുഴപ്പം കോൺഗ്രസിനെ വേട്ടയാടാൻ പോകുന്നത്. ഇയാൾ ഏതോ നിമിഷം തുടരുന്നുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാൻ ഇറങ്ങുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ അറിയാതെ ആണധികാര രാഷ്ട്രീയത്തിൻ്റെ വാക്യങ്ങളിലേക്കും വാചക ഘടനയിലേക്കും വീണു പോകുന്നു എന്നുള്ളതാണ്. ഒരു ഒരു പുരുഷ കേന്ദ്രീകൃതമായ വിനിമയ ഭാഷയുണ്ട്. ആ ഭാഷയാണ് യഥാർത്ഥത്തിൽ വി കെ ശ്രീകണ്ഠനും ഇന്ന് ഉപയോഗിച്ചത് എന്നുള്ളതാണ് നിർഭാഗ്യകരമായ കാര്യം. അത് ഒരിക്കലും നമ്മൾ അവരുടെ ആ കൺസെൻറ്റിനെ നമ്മൾ അംഗീകരിക്കാതെ ആ പെൺകുട്ടികളെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൽ ഗുരുതരമായൊരു കാര്യം. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെക്കുറിച്ച് പല ആളുകളും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ന് കണ്ട കൗതുകകരമായൊരു നിരീക്ഷണം ഇന്ന് ഒരാളൊരു അസുഖത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയറൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. അതായത് തുടർച്ചയായിട്ട് ഈ ലൈംഗികാസക്തി വരുമ്പോൾ അത് നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും അയാൾ ഇത് അറിഞ്ഞുകൊണ്ടാകണമെന്നില്ല. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലിന് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് ഒരു മാനസിക രോഗ വിദഗ്ധനെ കണ്ട് അത് കൗൺസിലിങ്ങിലൂടെ അത് പരിഹരിക്കേണ്ട വിഷയമാണ്. അത് വ്യക്തിപരമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ട വിഷയമാണ്.